പഴയ പാമ്പനാർ കൊടുവാക്കരണം റോഡ് തകർന്ന അവസ്ഥയിൽ. പീരുമേട് പഞ്ചായത്തിലെ 3-ാം വാർഡ് കൊടുവാക്കരണം മുതൽ പഴയ പാമ്പനാർ വരെയുള്ള റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. നൂറുകണക്കിന് തോട്ടം തൊഴിലാളികളും കർഷകരും താമസിക്കുന്ന പ്രദേശമാണ് കൊടുവാക്കരണം. ഒട്ടനവധി സ്കൂൾ കുട്ടികളും വാർദ്ധക്യസഹജമായ അസുഖം ബാധിച്ചവരുടെയും ഏക ആശ്രയമാണ് ഈ റോഡ്. 2005-2010 കാലഘട്ടത്തിൽ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആർ. തിലകന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായും CPIMന്റെ നിരന്തര സമ്മർദ്ദത്തിന്റെ ഭാഗമായും PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് നല്ല നിലവാരത്തിൽ പണിതിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം KT ബിനുവിന്റെ ഇടപെടൽ മൂലം ഈ റോഡിന്റെ ആദ്യ ഭാഗം ലാഡ്രം പുതുലയം മുതൽ ടാറിംഗ് നടത്തി. 2-ാം ഭാഗം ടാറിങ്ങിന് ആവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഇത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപമുയരുന്നു. കൊടുവാക്കരണം പഴയ പാമ്പനാർ റോഡ് കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലമായി യാത്രായോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. നമുക്ക് ആ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം. കഴിഞ്ഞ 2005-2010 കാലഘട്ടത്തിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സഖാവ് ആർ. തിലകൻ നേതൃത്വം കൊടുക്കുന്ന സമയം നിരന്തരമായ ഇടപെടൽ നടത്തിയാണ് PMGS പദ്ധതി പ്രകാരം ഈ റോഡ് വെച്ചത്. അതനുസരിച്ച് വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ നല്ല ഉറപ്പുള്ളതുമായ റോഡാണ് അന്ന് ഇവിടെ ഇടാൻ കഴിഞ്ഞത്. എന്നാൽ കുറേ കാലമായി, ഇപ്പം സമീപകാലമായി ഈ റോഡ് മുഴുവൻ പോയി കിടക്കുന്നൊരവസ്ഥയാണ്. കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കുകയും ആ ഫണ്ട് ഉപയോഗിച്ച് ലാഡ്രം പുതുലയം മുതൽ തെപ്പക്കുളം വരെയുള്ള റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം ഈ കഴിഞ്ഞ പദ്ധതി പ്രകാരം വീണ്ടും 20 ലക്ഷം രൂപ അനുവദിക്കുകയും ഈ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചു വന്നതാണ്. അത് ടെൻഡറാകുകയും ഒരു കോൺട്രാക്ടർ, സണ്ണി എന്നു പേരുള്ള ഒരു കോൺട്രാക്ടർ ഇത് റോഡ് എടുക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ പീരുമേട് പഞ്ചായത്തിലെ AEയും ഈ കോൺട്രാക്ടറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി ഈ വർക്ക് നടക്കാതിരിക്കുകയാണ്. ഈ വർക്ക് നടക്കാത്തത് കൊണ്ട് ഇവിടെ അനേകായിരം കുട്ടികളും അതേപോലെ തന്നെ രോഗിയായിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട്. അവർക്കെല്ലാം വണ്ടി യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കറിയാം, ഇനി 15 ദിവസത്തിന് ശേഷം സ്കൂൾ തുറക്കാൻ പോകുകയാണ്. അനേകായിരം കുട്ടികൾ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടുന്ന് പാമ്പനാർ അല്ലെങ്കിൽ പീരുമേട് സ്കൂളിനെ ആശ്രയിച്ചാണ് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. എത്രയും പെട്ടെന്ന് ഈ AEയും കോൺട്രാക്ടറുമായിട്ടുള്ള തർക്കം അവസാനിപ്പിച്ച് അത് പരിഹരിച്ച് ഈ റോഡ് നല്ല രീതിയിലാക്കുന്നതിനുള്ള ഇടപെടൽ അധികൃതർ നടത്തണം. അല്ലാത്ത പക്ഷം ഇവിടെയുള്ള ജനങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിയമപരമായ പോരാട്ടത്തിലേക്ക് CPIMന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. റോഡ് പണി ചെയ്യുന്നതിന് ടെൻഡർ എടുത്ത കോൺട്രാക്ടറും AEയും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് റോഡ് പണിക്ക് തടസ്സമായി മാറുന്നത് എന്ന ആക്ഷേപമുയരുന്നു. പഴയ പാമ്പനാർ മുതൽ കൊടുവാക്കരണം വരെയുള്ള നിരവധി ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. ഈ റോഡിൻ്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട AEയും കോൺട്രാക്ടറും നടത്തിവരുന്ന ധാർഷ്ട്യം അവസാനിപ്പിച്ച് ഉടനടി റോഡ് പണി പുനരാരംഭിച്ചില്ല എങ്കിൽ CPIM ലാഡ്രം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമപരമായ ഉപരോധ സമരം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കാൻ നിർബന്ധിതരാകുമെന്ന് CPIM ലാഡ്രം ലോക്കൽ സെക്രട്ടറി V. ഷൈജൻ പീരുമേട് ലൈവ് ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്.